ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. അതിനെന്താടോ, ഞാനും കൂടെ വരാം. നിങ്ങൾ സംസാരിക്കാം, ഞാൻ മാറിയിരിക്കാം. തനിക്കെന്താ ഒരു ടെൻഷൻ? ശത്രുവിന്റെ മനസ്സ് കീറി മുറിച്ചുകൊണ്ടുള്ള തുടക്കം. വേണ്ട കുഞ്ഞോളെ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട, കുറച്ച് കാത്തിരിക്കാം. പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള അക്രമത്തിനാണ് ആഴക്കൂടുതൽ. തമ്പുരാന് സംഗീതത്തിലും ചിത്രകലയിലും വേദങ്ങളിലും വേദാന്തങ്ങളിലും ഒക്കെ അപാര പാണ്ഡിത്യമായിരുന്നു. അറിവ് കൂടുന്തോറും തമ്പുരാന് വിനയം കൂടിക്കൂടി വരികയായിരുന്നു. പല പാർട്ടിക്കാരും MP സീറ്റും MLA സീറ്റും ഒക്കെ ഓഫർ ചെയ്തതാ. തമ്പുരാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. പാവങ്ങൾക്ക് ഏതു നേരവും വന്ന് സങ്കടമുണർത്തിച്ച് സഹായം തേടാവുന്ന ഒരിടമായിരുന്നു കൊട്ടാരം. അല്ലെങ്കിലും രാജാവ് മന്ത്രിയാകാൻ പോകുന്നത് അത്ര ശരിയല്ല. തന്റെ കണ്ണെന്താടോ നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു പൊടി വീണതാ. എവിടെ നോക്കട്ടെ, ഞാൻ ഊതി തരാം. ഇയാൾ ഊതണ്ട, വഷളൻ. അധികം വൈകാതെ സാറിനോട് പറഞ്ഞ് തന്റെ ഡ്രൈവർ ജോലി ഞാൻ കളയും. ചിന്നു, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ നിൽക്കുന്ന ജയരാമൻ ബിസിനസ്സിൽ ഇത്രയും വിജയം കൈവരിച്ചത് തമ്പുരാൻ ഒരാൾ കാരണോ? എനിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പണം തന്ന് സഹായിച്ചത് തമ്പുരാനും തമ്പുരാട്ടിയ. അവരില്ലെങ്കിൽ ഞാനില്ല. ഈ കഥ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കൊട്ടാരത്തിലെ കഥകൾ പറഞ്ഞു തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. പിന്നീട് ഒരു ദിവസം സമയമെടുത്ത് പറയാം. അത്രയ്ക്കുണ്ട് കൊട്ടാരത്തിലെ കഥകൾ. എടോ, ഇയാളിത് ഏത് ലോകത്താ? ദേ തന്റെ ചെമ്പരത്തി. ചെമ്പരത്തി ആയതുകൊണ്ട് താൻ വാങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. ലക്ഷ്മി, എത്രയോ സുന്ദരികളായ എയർ ഹോസ്റ്റസുമാർ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. അപ്പോഴൊക്കെ ഞാൻ കാത്തിരുന്നത് ഇതുപോലൊരു സുന്ദരി കുട്ടിക്കായിരുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ
ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നേനെ. ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ച് ജീവിച്ച് കൊതി തീരാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നവരുടെ പുനർജന്മമായിരിക്കും നമ്മൾ. ആളിന്നേ വലിയ റൊമാൻറ്റിക് ആണല്ലോ. ഇന്നെന്നല്ല, നീ എന്റെ കൂടെയുള്ള സമയത്തെല്ലാം ഞാൻ റൊമാൻറ്റിക് ആയിരിക്കും. അതെ, എനിക്കൊന്നേ പുറത്തു പോണായിരുന്നു. അതിനെന്താടോ, നമുക്ക് പൊക്കളയാം. അല്ല, അതല്ല. പിന്നെ എവിടാ? പ്രണയം കാറ്റായി വീശുന്ന കടലോരത്തോ, അതോ ഏതെങ്കിലും ഒരു പാർക്കിന്റെ ആളൊഴിഞ്ഞ തണലോരത്തോ, അതോ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് 2 പെഗും കഴിച്ച് കഥ പറഞ്ഞിരിക്കാം. അതും ഒരു വൈബ് തന്നെയാ. ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന കാര്യോ പറഞ്ഞത്. താൻ ഒറ്റയ്ക്കോ? ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. അതിനെന്താടോ, ഞാനും കൂടെ വരാം. നിങ്ങൾ സംസാരിക്കാം, ഞാൻ മാറിയിരിക്കാം. തനിക്കെന്താ ഒരു ടെൻഷൻ? തന്റെ ബോയ് ഫ്രണ്ട് ആണോ? ലക്ഷ്മി, എന്തു പറ്റി തനിക്ക്? ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. അവളും ഞാനും 10th വരെ ഒരുമിച്ച് പഠിച്ചതാ. ആഹാ, അപ്പോ ഞാൻ വരാം. എനിക്കൊന്ന് കാണാലോ തന്റെ സ്കൂൾ മേറ്റിനെ. ഒന്നുമല്ലെങ്കിലും തന്റെ ബാല്യകാല വിശേഷങ്ങളൊക്കെ അറിയാലോ. ഈശ്വര, നരിയേട്ടനെയാ ഞാൻ കാണാൻ പോകുന്നതെന്ന് അറിഞ്ഞ അതോടെ പിന്നെ എല്ലാം തീരും. അല്ല, താൻ എന്തായി ആലോചിക്കുന്നത്? ഭാര്യയുടെ പിറകെ ഇങ്ങനെ വാലുപോലെ നടക്കുന്ന ഒരു ഭർത്താവിന്റെ ചിത്രമല്ല ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്റെ ഭർത്താവ് ജീവിതത്തിലെ പകുതി സമയവും ആകാശത്ത് ഫ്ലൈറ്റ് ഓടിച്ചും ശേഷിച്ച പകുതി ബിസിനസ് മീറ്റിങ്ങുകൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരു തിരക്കുള്ള ആളായിട്ടാ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ആ ദിവസം തന്നെ അവൾ എന്റെ ഭർത്താവിനെ അങ്ങനെ അങ്ങ് കാണണ്ട. ഓക്കെ, എന്റെ ലക്ഷ്മിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓക്കെ. ഇന്ന് ഞാൻ എന്റെ പ്രോഗ്രാം ഒക്കെ മാറ്റിവെച്ച് എന്റെ ഭാര്യയോട് അല്പനേരം റൊമാൻറ്റിക് ആവാൻ വേണ്ടി വന്നതാണെന്ന് ഓർമ്മയിൽ എത്രയും വേഗം ഇങ്ങ് തിരിച്ചു വരണം. അത് ഞാൻ ഏറ്റു.